ഡി മണി ആരാണ് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം. ദാവൂദ് മണിയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങൾ എന്നോട് പറഞ്ഞ ആൾ എന്നോട് സൂചിപ്പിച്ചെന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് അന്വേഷണത്തിൽ വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയാത്തതിൻ്റെ കാരണം, ഒന്നാം വ്യവസായിയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത്, രണ്ട്, അത് SITയോട് പറഞ്ഞ കാര്യം പൊതുവെ പറഞ്ഞ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട എന്നുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഡി മണി ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ മാനങ്ങൾ പുറത്തു വരും. അതെനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് അത്തരം കാര്യങ്ങളൊന്നും വിശദമായി ചോദിച്ചിട്ടില്ല. ഞാനല്ലോ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അത് SIT ആണ് ചോദിക്കേണ്ടത്. അത് SITയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഞാനതാ പറഞ്ഞത്, ഇത് വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയയ്ക്ക് ഭരിക്കുന്നവരുമായി ബന്ധമുണ്ട്. ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞല്ലോ, സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു, സോണിയാഗാന്ധിക്കും ആൻ്റോ ആൻ്റണിക്കും അടൂർ പ്രകാശനും ബന്ധമുണ്ടോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ചത് എന്തായിരുന്നു? മന്ത്രി ശിവൻകുട്ടി അതിന് മറുപടി പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദീർഘനേരം മന്ത്രിക്കുന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ. അതിനെ പിന്നെ എന്താ ശിവൻകുട്ടി പറയാത്തത്? അപ്പോൾ എന്തായിരുന്നു മന്ത്രിച്ചത്? മുഖ്യമന്ത്രിക്കും അദ്ദേഹവുമായി ബന്ധം ഉണ്ട് എന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ടാകണം, അല്ലാതെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ചത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിനെ പറ്റിയാണെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞോ? അപ്പോൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ കയ്യിൽ തെളിവുണ്ടാകണം. അല്ലാത്ത ആരോപണങ്ങൾ മന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ശിവൻകുട്ടിയെ പോലെ ഒരാൾ പറയാൻ പാടില്ല. അല്ല, അതൊന്നും ജനങ്ങളാരും വിശ്വസിക്കുന്നില്ലല്ലോ. ജനങ്ങൾക്കറിയാമല്ലോ ആരാണെന്ന്. പോറ്റിക്ക് ആരുമായിട്ടാണ് കൂടുതൽ ബന്ധമെന്ന് അറിയാത്തവരാരും തിരുവനന്തപുരം ജില്ലയിൽ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരുമ്പോൾ ഇതെല്ലാം ബോധ്യപ്പെടും. അങ്ങനെ ആരും വിചാരിച്ചാലും പുകമറ ഉണ്ടാക്കാൻ കഴിയില്ല.